വ്യാജ വാർത്ത എന്ന് പറയുന്നു. ഇഡിയുടെ സമൻസ് താങ്കൾ പുറത്തുവിടാൻ വേണ്ടി വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് റിപ്പോർട്ടർ ടി വി അത് പുറത്തുവിടുകയും ചെയ്തു. അതിനും താങ്കൾക്ക് മറുപടി പറയാനില്ല. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ റിപ്പോർട്ടർ ടി വി ആണോ? റിപ്പോർട്ടർ ടി വി ആണ്. ചോദ്യത്തിന് മുമ്പ് ഞാൻ നിങ്ങളോട്, നിങ്ങൾ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചാനലാണ് നിങ്ങളുടെ ഹർജി കൊടുത്തിട്ട് ഹൈക്കോടതി എന്താ തീർപ്പാക്കിയെന്നുള്ളത് താങ്കൾക്ക് അറിയാം. അത് മറച്ചു സംസാരിച്ചൊരു കാര്യം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ വന്ന് പറയാണ് ഈ കമ്പനി നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, നിങ്ങൾക്ക് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിൻ്റെ ലൈസൻസ് ഇല്ല, പൊല്യൂഷൻ ബോർഡിൻ്റെ ലൈസൻസ് ഇല്ല, ഇതിൻ്റെ പഞ്ചായത്തിൻ്റെ ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അത് എടുത്ത് കാണിക്കാൻ ബാധ്യസ്ഥനല്ലേ? നിങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഉണ്ടോ? ഞാൻ ഇതിനു മുമ്പ് ഇവിടെ മീഡിയയിൽ ഞാൻ ചോദിച്ചതാ, എന്തുകൊണ്ട് നിങ്ങൾ അതിൽ കൂടി പുറത്തുവിട്ടില്ല? നിങ്ങൾക്ക് ദേശീയ സുരക്ഷാ ക്ലിയറൻസ് ഉണ്ടോ? എന്തുകൊണ്ട് നിങ്ങൾ പുറത്തുവിട്ടില്ല? അതല്ല ഉദ്ദേശം, നിങ്ങൾ സമൻസ് വിട്. നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയണമെങ്കിൽ നിങ്ങളടക്കം നിയമവിരുദ്ധമായിട്ട് ഇന്ത്യയിലെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒന്നല്ലേ നിങ്ങൾ സംസാരിക്കൂ, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം. നിങ്ങൾ ചോദ്യം ചോദിക്കൂ, ഞാൻ ഉത്തരം. ചോദ്യത്തിന് താങ്കൾ ക്ലാരിറ്റി എടുക്കുന്നില്ല. ഒരു കാര്യം തന്നെ താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കണം, നിയമവിരുദ്ധമായിട്ട് ലൈസൻസ് ഇല്ല. അപ്പൊ താങ്കൾക്ക് എന്ത് അടിസ്ഥാനപരമായിട്ട് അത് വ്യക്തമാക്കണ്ടേ? എങ്കിലല്ലേ ഒരു സാധനം സ്റ്റാൻഡ് ചെയ്യുള്ളൂ. പറഞ്ഞു കഴിഞ്ഞോ? ഇടയ്ക്ക് സംസാരിക്കരുത്. ഓക്കെ, നിങ്ങൾ റിപ്പോർട്ടർ ചാനലിനോട് ഞാൻ മറുപടി പറയണമെങ്കിൽ നിങ്ങൾക്കൊരു ചാനൽ നടത്താനോ എന്നെ പോലെയുള്ള ഒരാളോട് ചോദ്യം ചോദിക്കാനോ നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള അവകാശമില്ല എന്ന് ഞാൻ പറയുന്നു. അതായത് നിങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഇല്ല, ചാനൽ നടത്താനായിട്ടുള്ള നിയമമില്ല, സർട്ടിഫിക്കറ്റ് ഇല്ല, നിങ്ങൾക്ക് ദേശീയ സുരക്ഷാ ക്ലിയറൻസ് ഇല്ല എന്ന് ഞാൻ പറയുന്നു. നിങ്ങളതെന്നെ കാണിക്ക്. നിങ്ങളുടെ ഏത് ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം, ഡോക്യുമെന്റ്സ് തരാം. നമുക്കൊരു പാസ്പോർട്ട് എടുക്കണമെങ്കിൽ അതാത് മേഖലകളിലുള്ള പോലീസിൻ്റെ ക്ലിയറൻസ് വേണം. അപ്പോൾ ഒരു സാധാരണക്കാരന് ഒരു പോലീസ് ക്ലിയറൻസ് ഇല്ലാതെ ഒരു പാസ്പോർട്ട് പോലും ലഭിക്കില്ലാത്ത സ്ഥലത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ക്ലിയറൻസ്, സുരക്ഷാ ക്ലിയറൻസ് പോലുമില്ലാതെ ഈ ചാനൽ നടത്തിപ്പിന് ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഇല്ലാതെ 2 വർഷക്കാലമായി ഈ ചാനൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത് വളരെ ദുരൂഹതയുള്ള ഒരു കാര്യമാണ്. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. നമുക്കറിയാം, ഈ ആൻഡോ അഗസ്റ്റിൻ ബ്രദേഴ്സ് മരമുട്ട് തട്ടിപ്പ് മുതൽ വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഈ മരമുറി കേസിൽ ജയിലിൽ പോവുകയും LDFിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് നിലവിൽ വന്നു കഴിഞ്ഞപ്പോൾ 2ാം പിണറായി സർക്കാർ വന്ന ഉടനെ തന്നെ അദ്ദേഹത്തെ റിലീസ് ചെയ്യുകയുണ്ടായി. ഇവനെ സൂക്ഷിക്കണം, അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു. പിന്നീട് കാണുന്നത് 2 വർഷത്തിനുള്ളിൽ അദ്ദേഹം ഒരു പ്രമുഖ ചാനൽ മേടിക്കുന്നതായിട്ടാണ്. അപ്പോൾ അവിടെയും ദുരൂഹതയുണ്ട്. ആ ചാനൽ ഇന്ന് പാർട്ടിയുടെ മുഖ്യ ചാനൽ കൈരളിയിനേക്കാൾ കൂടുതലായിട്ട് പിണറായി സർക്കാർ ചെയ്യുന്ന അഴിമതിയും അവർ ചെയ്യുന്ന വൃത്തികേടുകളും വെള്ളപൂശി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചാനലായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിക്ക് ഞാനൊരു പരാതി കൊടുത്തിരുന്നു. ഈ ചാനൽ പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമാണ്, അതുകൊണ്ട് ഇതിൻ്റെ ലൈസൻസ് റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞ്. അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം നികേഷിൻ്റെയും വൈഫ് റാണിയുടെയും പേരിലുള്ള ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെയും ദേശീയ സുരക്ഷാ ക്ലിയറൻസ് റദ്ദ് ചെയ്തിരിക്കുകയാണ്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അപ്പോൾ ഇവിടെ 2 ഗുരുതരമായ കുറ്റമാണുള്ളത്. ഒന്ന്, ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിൻ്റെ പേരിലുള്ള ദേശീയ സുരക്ഷാ ക്ലിയറൻസും ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസും വെച്ച് വേറെ ആർക്കും അത് നടത്താനായിട്ടുള്ള അവകാശമില്ല. എന്നിരിക്കെ കഴിഞ്ഞ 2 വർഷമായിട്ട് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി, എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഈ റിപ്പോർട്ടർ ചാനൽ ആൻഡോ അഗസ്റ്റിൻ ബ്രദേഴ്സ് നടത്തുകയായിരുന്നു. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചു തന്നെയല്ലേ? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. ഇപ്പോൾ അതിന് ഉപരിയായിട്ടാണ് ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിൻ്റെ കൂടി ദേശീയ സുരക്ഷാ ക്ലിയറൻസ് ആഭ്യന്തര മന്ത്രാലയം റദ്ദ് ചെയ്തിരിക്കുന്നതായി ഇന്നലെ ഹൈക്കോടതിയെ അറിയിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഒരു നിമിഷം പോലും ഈ ചാനൽ പ്രവർത്തിക്കാൻ
നിയമപരമായിട്ട് അനുവദിക്കുന്നില്ല. ഈ 2 വർഷക്കാലമായിട്ട് ഈ ചാനലിൻ്റെ പേരിൽ കോടികളുടെ പരസ്യം മേടിച്ചും തെറ്റായ വാർത്തകൾ നൽകി പലരുടെയും ജീവിതം തന്നെ വഴിമുട്ടിച്ച റിപ്പോർട്ടർ ചാനൽ തീർച്ചയായിട്ടും എങ്ങനെയാണ് ഈ 2 വർഷം ഇവർക്ക് പ്രവർത്തിക്കാനായിട്ട് ഇങ്ങനെ ഒരു അനുവാദം കിട്ടിയത്, എങ്ങനെ അവർ പ്രവർത്തിച്ചു എന്നുള്ളത് CBIയും എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് അന്വേഷിക്കേണ്ട ഗുരുതരമായ ഒരു കുറ്റമാണ്. കേന്ദ്ര സർക്കാർ ഇതിൽ 2 മാസത്തിനുള്ളിൽ തീരുമാനം എടുക്കുന്നത് പറഞ്ഞുകൊണ്ട് അത് തീർപ്പാക്കിയിരിക്കുകയാണ്. അപ്പോൾ താങ്കൾ എന്ത് അടിസ്ഥാനത്തിൽ ഇതിനെ ഇപ്പോൾ അടച്ചുപൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ ചോദ്യം. ലൈസൻസ് ഇല്ലാതെ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് റിപ്പോർട്ടർ TV ഉടമസ്ഥർക്ക് മാത്രം ഇല്ലല്ലോ, കേന്ദ്ര സർക്കാർ അതിൽ തീരുമാനം എടുത്തോ? റിപ്പോർട്ടർ TV ചാനലിന് മാത്രമായിട്ടൊരു നിയമമുണ്ടോ ഇല്ലയോ? അത് കോടതി പറഞ്ഞു. കോടതി പറഞ്ഞിട്ടുണ്ട്. കോടതിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കോടതി തീരുമാനമായത് ഞങ്ങളുടെ ഹർജിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ അങ്ങനെയല്ല പറഞ്ഞത്. കോടതി പറഞ്ഞ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ഒരു ചാനലിന്റെ ലൈസൻസ് എങ്ങനെ റദ്ദാക്കാൻ പറ്റുമെന്നാണ് കോടതി ചോദിച്ചത്. അത് താങ്കൾ മറച്ചു വയ്ക്കുകയാണോ? ഇതില് കോടതിയല്ല റദ്ദ് ചെയ്യേണ്ടത്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സോളിറ്റർ ജനറൽ അവിടെ പറഞ്ഞത് എന്താണ്? ഇവരുടെ ദേശീയ സുരക്ഷാ സർട്ടിഫിക്കറ്റ് ഇല്ല. ഇപ്പോൾ ഉണ്ടായിരുന്ന ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിൻ്റെ കൂടി റദ്ദ് ചെയ്തിരിക്കുന്നു. എൻ്റെ പരാതി കൊടുത്തതിന് ശേഷമാണ് ആ നടപടി ഉണ്ടായത്. കാരണം ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിൻ്റെ ആ പിൻബലത്തിൽ, ആ ലൈസൻസിൻ്റെ പിൻബലത്തിലാണ് റിപ്പോർട്ടർ ചാനൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്, ജനങ്ങളെ കബളിപ്പിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ പരാതി ഞാൻ പറഞ്ഞു തീരട്ടെ. എൻ്റെ പരാതി കൊടുത്തപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ് അതിൽ ഇടപെട്ടു, അന്വേഷണം നടത്തി ആ ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനലിൻ്റെ കൂടി സുരക്ഷാ ക്ലിയറൻസ് റദ്ദ് ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താണത്? അവർ ആ ലൈസൻസ് കണ്ടീഷൻ വയലേറ്റ് ചെയ്തു. വേറൊരാൾക്ക് സബ്ലീസ് ചെയ്യാൻ പാടില്ല, അത് സബ്ലീസ് ചെയ്തു എന്ന് കണ്ടതുകൊണ്ടാണ് അത് ചെയ്തത്. അപ്പോൾ എൻ്റെ പരാതി കോടതി ഡിസ്പോസ് ചെയ്തത് ഞാൻ അതിൽ പറഞ്ഞിരിക്കുന്ന മറ്റു ചില കാര്യങ്ങളുമുണ്ട്, അതുകൂടി കേട്ട് 2 മാസത്തിനുള്ളിൽ പരിഹാരമുണ്ടാക്കണമെന്നാണ് പറഞ്ഞത്. ഇലക്ഷൻ വിഷയം ഇന്ന് ഞാൻ ഈ ഒരു വിഷയം മാത്രം കാരണം ഇതുപോലെയുള്ള ചാനൽ, ഒരു ദേശീയ സുരക്ഷാ ക്ലിയറൻസ് പോലുമില്ലാത്ത വ്യക്തികളുടെ കയ്യിൽ ഇതുപോലെ ഒരു ചാനൽ വന്നു കഴിഞ്ഞാൽ അത് രാജ്യത്തിന് ആപത്താണ്, ഇവിടുത്തെ ജനങ്ങൾക്ക് ആപത്താണ്, ഇന്ത്യക്ക് തന്നെ ആപത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇതിനൊരു തീരുമാനം കണ്ടെത്തണമെന്ന് വിചാരിച്ച് ഇതിനു വേണ്ടി യുദ്ധത്തിനിറങ്ങിയത്. അതിൽ ആദ്യ സ്റ്റേജിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു. ഇനി ഇത് അടച്ചുപൂട്ടിയാൽ പൂർണ്ണമായിട്ടും എൻ്റെ ശ്രമം ഈ നാടിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ശ്രമത്തിൽ ഞാൻ വിജയിച്ചു എന്നുള്ളതാണ്. നിനക്ക് പ്രാന്താളാ പന്നി, ഓടിക്കോ പ്രേമ പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയേറിയില്ല.